ഗ്രനേഡ് എറിയാനുള്ള പരിശീലനത്തിന് എത്താൻ പോലീസുകാർക്ക് വടകര റൂറൽ എസ് പിയുടെ ഉത്തരവ്. SHO, SI തുടങ്ങി പരമാവധി സേനാംഗങ്ങൾ എത്തിച്ചേരാനാണ് നിർദ്ദേശം. അഞ്ജന സുകുമാരനാണ് വിവരങ്ങളുമായുള്ളത്. അഞ്ജന, പേരാമ്പ്രയിൽ നമുക്കറിയാം പോലീസിന് നേരെ സ്ഫോടന വസ്തുക്കൾ എറിഞ്ഞു എന്ന ആരോപണമുണ്ട്. അതിന് പല മാനങ്ങളുണ്ട്, പല ആരോപണ പ്രത്യാരോപണങ്ങളുണ്ട്. ഇനിയും രാഷ്ട്രീയ സംഘർഷങ്ങൾ പ്രതീക്ഷിച്ചേക്കാം എന്ന ഒരു തിരിച്ചറിവിലാണോ പോലീസ് ഇപ്പോൾ ഗ്രനേഡ് എറിയാൻ പരിശീലിക്കുന്നത്? അവിടെ കഴിഞ്ഞ ആഴ്ച ഈ പേരാമ്പ്രയിൽ UDFന്റെയും അതുപോലെ തന്നെ ഈ പോലീസിന്റെ വലിയ രീതിയിൽ പ്രതിഷേധവും അത് സംഘർഷത്തിലേക്ക് പോകുന്ന സാഹചര്യങ്ങളൊക്കെ കണ്ടതാണ്. അതിനിടയിൽ ഗ്രനേഡ് മുട്ടി പ്രവർത്തകർക്കും അതുപോലെ തന്നെ വടകര ഡിവൈഎസ്പിക്ക് ഉൾപ്പെടെ വലിയ രീതിയിൽ പരിശീലിക്കുകയും ചെയ്തിരുന്നു. ഡിവൈഎസ്പിക്ക് കഴിച്ചാണ് പരിശീലിക്കുന്നത്. ഇപ്പോഴും പ്ലാസ്റ്റിക് സെറ്റിലും മറ്റുമൊക്കെ ചികിത്സയുമായി പോവുകയാണ്. ഇതിനിടയിലാണ് ഇപ്പോൾ ഈ ഗ്രനേഡ് പരിശീലനം എന്നുള്ള റൂറൽ എസ്പിയുടെ ഒരു ഉത്തരവ് വരുന്നത്. ഈ ഗ്രനേഡ് എറിയുവാനുള്ള പരിശീലനത്തിനാണ് ഇന്നലെ വടകര റൂറൽ എസ്പി ഉത്തരവിട്ടിരിക്കുന്നത്. SHO, SI തുടങ്ങി പരമാവധി സേനാംഗങ്ങളെ ഈ ഒരു പരിശീലനത്തിൽ എത്തിച്ചേരാനും ഈ ഒരു ഉത്തരവിൽ പറയുന്നുണ്ട്. ഈ ഹെഡ്ക്വാർട്ടേഴ്സിലാണ് ഇവരെല്ലാവരും ഇന്ന് പരിശീലനത്തിൽ എത്തിച്ചേരുന്നത്. രാവിലെ 7 മണി മുതൽക്കാണ് ഈ ഒരു പരിശീലനം ആരംഭിച്ചിട്ടുള്ളത്. വിവിധ സബ് ഡിവിഷനുകളിലേക്കാണ് പല സമയത്തായി പരിശീലനം ഏർപ്പെടുത്തിയിരുന്നത്. ഏതായാലും വടകര സബ് ഡിവിഷൻ, നാദാപുരം സബ് ഡിവിഷൻ, അതോടൊപ്പം തന്നെ പേരാമ്പ്ര, താമരശ്ശേരി സബ് ഡിവിഷനുകളായിട്ടാണ് ഈ ഒരു പരിശീലനം നടന്നത്. ഏതായാലും ഈ ഒരു പരിശീലനത്തെ ഈ ഒരു പ്രതിഷേധത്തിനിടയിൽ അല്ലെങ്കിൽ സംഘർഷത്തിനിടയിൽ ഡിവൈഎസ്പിയുടെ കയ്യിൽ നിന്നും ഗ്രനേഡ് പൊട്ടി അത് പരിക്കേൽക്കുന്ന സാഹചര്യത്തിലേക്ക് പോയ സമയം പരിശീലനം നടത്തുന്നതിന് ഏതായാലും UDF ഉൾപ്പെടെ വലിയ രീതിയിൽ ട്രോളാക്കുകയും അതിനെ പരിഹസിക്കുകയും ഒക്കെ ചെയ്യുന്ന കൂടിയുണ്ട്. അഞ്ജന സുകുമാരനാണ് വിവരങ്ങൾ നൽകിയത്. ഗ്രനേഡ് ഉപയോഗിക്കാനുള്ള പരിശീലനം നേടാൻ റൂറൽ SPയുടെ നിർദ്ദേശം വന്നിരിക്കുന്നു പോലീസ് സേനാ അംഗങ്ങൾക്ക്.